ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ വേണ്ടി പോവാണേ. ഡെലിവറി വ്ലോഗ് ഇല്ലേ എന്ന് കുറേ പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളൂടി കഴിയുമ്പോൾ ബേബി ബമ്പ് മിസ് ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു സങ്കടം. ഒന്നുമല്ലെങ്കിലും ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ഇത്ര കൂളായിട്ട് പോകുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല കേട്ടോ. എനിക്ക് തന്ന ഡ്യൂ ഡേറ്റിനെക്കാട്ടിലും കുറച്ച് നേരത്തെ തന്നെ അഡ്മിറ്റ് ആകണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, എനിക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതകളോ അതിൻ്റേതായിട്ടുള്ള സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴി എപ്പോഴത്തെയും പോലെ നമ്മുടെ ഫേവറേറ്റ് സാധനം ഒരെണ്ണം വാങ്ങി മുഴുവനും അകത്താക്കി. ഗർഭിണികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും കൂടെയുള്ളവരത് സാധിച്ചു തരുമെന്നുള്ള കാര്യം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മനസ്സിലായി. വെറുതെ പറഞ്ഞതാട്ടോ, പ്രഗ്നൻ്റ് അല്ലെങ്കിലും പറയുന്ന ആഗ്രഹങ്ങളൊക്കെയും പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാറുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഒരുപാട് തവണ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് തിരക്കൊഴിഞ്ഞ് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ഹോസ്പിറ്റലിൽ കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈവനിങ് ആണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും OP ടൈം ഒക്കെ കഴിഞ്ഞതുകൊണ്ടാകാം ഇങ്ങനെ. ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. എന്നെ അടുത്തറിയാവുന്ന പലരും ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു സൂചി കണ്ടാൽ തലകറങ്ങി വീഴുന്ന എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് കൂളായിട്ടൊക്കെ പോകാൻ സാധിക്കുമോ എന്നുള്ളത്. പെയിൻലെസ് ഡെലിവറി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലും ആശ്വാസത്തിലും മാത്രമാണ് എൻ്റെ ഈ പോക്കും ധൈര്യവും ഒക്കെ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ. എന്തായാലും ഒരു 6-7 ദിവസം ഇവിടെ കിടക്കണം, വീഡിയോ ഒക്കെ ചെയ്ത് സമാധാനപരമായിട്ടുള്ള ഒരു ഡെലിവറി പ്രതീക്ഷിച്ചു ചെന്ന എന്നെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. രാത്രി ഒരു 11 മണി ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ചെറിയ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഡെലിവറി പെയിൻ ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പീരീഡ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദന. സത്യം പറഞ്ഞാൽ അത് തന്നെ താങ്ങാൻ എന്നെ കൊണ്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഡെലിവറി പെയിനൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? ആ പെയിനിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടപ്പിറപ്പും ഇങ്ങെത്തി കേട്ടോ. മറ്റാരുമല്ല, ടെൻഷൻ. എത്ര എപ്പിഡ്യൂറൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ മെയിൻ ആണല്ലോ. പെയിൻ ഒട്ടും സഹിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടും കൂടപ്പിറപ്പിങ്ങി വന്നതുകൊണ്ടും ഒന്ന് ഫ്രഷായിട്ട് പെട്ടെന്ന് തന്നെ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ലേബർ റൂമിൽ നടന്നതൊക്കെ എന്നെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട കുറച്ച് സിസ്റ്റർമാരും ഡോക്ടറുമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കിപ്പോഴും തോന്നുവാണ്. ചില സിറ്റുവേഷനിൽ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ സ്പർശിക്കുക എന്നൊക്കെ പറയില്ലേ, അത് സത്യമാണ് കേട്ടോ. ഡെലിവറി ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ ബൈസ്റ്റാൻഡേഴ്സിനെ ഡോക്ടർ അനുവദിച്ചത് തന്നെ എനിക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കുഞ്ഞൂസ് ഇങ്ങെത്തി കേട്ടോ.